ദേവീ ശരണം അമ്മേ. സ്വാതന്ത്ര്യം തെല്ലുമില്ലാതെഴുമടിയനഹോ നിന്റെ സംപ്രേരണത്താൽ ജന്മാദാഹങ്കാരനായി പലതുമഖമനുഷ്ഠിക്കിലും ശിഷ്യനാമോ നീ താങ്ങേണ്ടു ജഗത്തെ ഭഗവതി നരകിപ്പിപ്പതിന്തി പ്രകാരം മാതാവേ കാത്തു രക്ഷിക്കുക കഴലിണയിൽ കിണനായി വീണൊരന്നേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്യാൻ പോകുന്നത്. വിഷയം ഭാർഗവ വധം എന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. കഴിഞ്ഞ 15-ാമത്തെ അധ്യായം അവിടെ പറഞ്ഞു നിർത്തുന്ന സമയത്ത് വ്യാസൻ ആ മനോനിഗ്രഹണം എന്നുള്ളത്, ചിത്തശുദ്ധി എന്നുള്ളത്, അഹങ്കാരം എന്നുള്ളത് അത് മഹാത്മാക്കൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് എന്ന് ജനമേജയനോട് പറഞ്ഞു. അതിനുദാഹരണമായിട്ട് പലതും അവിടെ പറഞ്ഞു വന്ന സമയത്താണ് അവസാനമായിട്ട് പറഞ്ഞത് ഹൈഹേയ രാജന്മാരെല്ലാം ബ്രാഹ്മണരെ വധിച്ചില്ലേ എന്നവിടെ സൂചിപ്പിച്ച് നിർത്തി. അതായത് ഹൈഹേയ രാജനായിരുന്ന കാർത്തവീര്യാർജുനൻ ഭാർഗവൻ ആയിട്ടുള്ള ഭൃഗുകുലത്തിൽ ജനിച്ചതായിട്ടുള്ള ജമദഗ്നിയെ വധിച്ചതിൻ്റെ സൂചനയാണ് അവിടെ കൊടുത്തു നിർത്തിയത്. സംശയം തോന്നിയ ജനമേജയന്റെ ചോദ്യത്തോടുകൂടിയാണ് പതിവ് പോലെ ഈ 16-ാമത്തെ അധ്യായവും ആരംഭിക്കുന്നത്. ജനമേജയവുമാജാകുലേ കസ്യ സമുൽപ്പന്നാക്ഷത്രിയ ഹൈഹയാശ്ചതേ ബ്രഹ്മഹത്യാമനാദൃത്യാനിജഘ്ന ഭാർഗവാംശ്ചയേ. ബ്രഹ്മഹത്യയെ കണക്കാക്കാതെ ഭാർഗവ ബ്രാഹ്മണരെ ഹനിച്ച ആ ഹൈഹയന്മാർ ആരുടെ കുലത്തിൽ ജനിച്ചവരാണ്? അവർക്ക് ബ്രാഹ്മണരോട് വൈരം തോന്നാൻ എന്താണ് കാരണം? സജ്ജനങ്ങൾ ഒരു കാരണവുമില്ലാതെ കോപിക്കാറില്ലല്ലോ. അവർക്ക് ആ ബ്രാഹ്മണരോട് വൈരമുണ്ടാവാൻ തക്കതായിട്ടുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കും. നിസ്സാര കാരണം കൊണ്ട് ക്ഷത്രിയർക്ക് അത്ര വലിയ ബ്രാഹ്മണരോട് വൈരമൊന്നും ഉണ്ടാവാറില്ല. അതായത് ബ്രാഹ്മണനെ വധിക്കണം എന്നുണ്ടെങ്കിൽ അത്ര കണ്ട് എന്തെങ്കിലും ഒരു ശത്രുത ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊന്നും അന്നത്തെ കാലത്ത് ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാരെ ബ്രാഹ്മണരെ വധിച്ചിരുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത പൂജ്യരായിട്ടുള്ള ബ്രാഹ്മണരെ എങ്ങനെയാണ് അവർ കൊല്ലുന്നത്? ബലവാന്മാരായ ക്ഷത്രിയന്മാരാണെങ്കിലും പാപഭീതി എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ. ഏത് ക്ഷത്രിയ രാജാവാണ് നിസ്സാരമായ ഒരു തെറ്റിന് ബ്രാഹ്മണരെ കൊല്ലുക? അതുകൊണ്ട് എൻ്റെ സംശയം ഇതാണ്, അതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞു തരൂ എന്ന് വ്യാസൻ സൂചിപ്പിച്ചതിനെ ദീർഘമായിട്ട് അറിയാനായിട്ട് ജനമേജയൻ ചോദിക്കണു. രാജാവ് എങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ സത്യവതി സുതനായിട്ടുള്ള വ്യാസൻ ആ കഥ ഓർത്ത് ആ കഥയെ പറയാൻ തുടങ്ങി. വ്യാസൗവാചാം ശൃണു പാരീക്ഷിതേ വാർത്താം ക്ഷത്രിയാണാം പുരാതനീം ആശ്ചര്യകാരിണീം സമ്യക് വിദിതാം ച പുരാ മയാ. പരീക്ഷത്തിന്റെ പുത്ര, പാരീക്ഷിതേ എന്നാണ് ഇവിടെ, പരീക്ഷത്തിന്റെ പുത്ര എന്നാണ് ജനമേജയനെ സംബോധന ചെയ്തുകൊണ്ട് വ്യാസൻ തുടങ്ങുന്നത്. പണ്ട് ഞാൻ ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ക്ഷത്രിയരെക്കുറിച്ചുള്ള ആശ്ചര്യകരമായിട്ടുള്ള ഈ പുരാണകഥ.
അത് ഞാൻ അങ്ങ് ചോദിച്ചതനുസരിച്ച് പറയാം, ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. കാർത്തവീര്യാർജുനൻ എന്നു പേരുള്ള ഒരു ഹൈഹേയ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1000 കൈകളുണ്ടായിരുന്നു. ബലവാനും ധർമ്മതൽപനനുമായിരുന്നു അദ്ദേഹം. വിഷ്ണുവിൻ്റെ അവതാരം പോലുള്ള അദ്ദേഹം ദത്താത്രേയൻ്റെ ശിഷ്യനും കൂടിയായിരുന്നു. സിദ്ധനും ധാരാളം ദാനധർമാദികൾ ചെയ്തവനും ശക്തി ഉപാസകനും, അതായത് ദേവി ഉപാസകനും ഭൃഗുക്കളെ കൊണ്ട് യജിപ്പിക്കുന്നവനുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ബ്രാഹ്മണരെയെല്ലാം, ഭൃഗുവംശത്തിലുള്ള ബ്രാഹ്മണരെ കൊണ്ടെല്ലാം ധാരാളം യജ്ഞയാഗാദികളൊക്കെ ചെയ്യിപ്പിച്ചവനുമായിരുന്നു ഈ കാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞ ഹൈഹേയ രാജ്യത്തിലെ രാജാവ്. യാഗം ചെയ്യിക്കുന്നവനും അത്യന്തം ധർമ്മിഷ്ഠനും സദാ ദാനതൽപരനുമായിരുന്ന അദ്ദേഹം അനേകം യാഗങ്ങൾ നടത്തി ഭൃഗുവാദികൾക്ക് വേണ്ടുവോളം ധനം ദക്ഷിണയായിട്ടും ദാനമായിട്ടും ഒക്കെ കൊടുത്തിരുന്നു. ദാനം വാങ്ങി ആ ഭൃഗുക്കൾ വലിയ ധനികരായി തീർന്നു. കുതിരകളെ, രത്നങ്ങളെ എന്നിവയുള്ളവരും ആഢ്യന്മാരും ലോകപ്രസിദ്ധരുമായി തീർന്നു അവരൊക്കെ എന്നാ പറയണത്. അത്രയും ദാനം ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ്. ഈ കാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജഋഷി എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ പറയണത്. ഋഷികൾക്ക് തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവൻ എന്നർത്ഥത്തിൽ രാജഋഷി അല്ലേ. ജനകനെയൊക്കെ, അംബരീഷൻ, ജനകൻ ഇവരൊക്കെ രാജഋഷികളായിരുന്നു. അപ്പോൾ ഇവിടെ കാർത്തവീര്യാർജുനനെയും അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. രാജഋഷിയായിട്ടുള്ള കാർത്തവീര്യാർജുനൻ സ്വർഗം പ്രാപിച്ചു. അതിൽ പിന്നെ ഹൈഹയന്മാർ ദീർഘകാലം കൊണ്ട് നിർധനരാവുകയും ചെയ്തു എന്ന് പറയാണ്. ഒരിക്കലേ ഈ ഹൈഹയന്മാർക്ക് കുറേ ധനം ആവശ്യമായി വന്നു. ഹൈഹയന്മാർ ധനം യാചിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണന്മാരെ സമീപിച്ചു. അവർക്ക് ദാനം കൊടുത്ത് യജ്ഞം ചെയ്ത് ദാനം കൊടുത്തിട്ടാണല്ലോ അവരുടെ ധനമൊക്കെ സമ്പത്തൊക്കെ കുറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമ്പത്ത് രാജാവിനേക്കാളും ഈ ഭൃഗുവംശത്തിലുള്ള ബ്രാഹ്മണന്മാരുടെ കയ്യിലായി എന്ന് പറയുക. കാരണം ഇങ്ങനെ ദാനം കൊടുത്തുകൊണ്ടിരുന്നാൽ തൻ്റെ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ ദാനം കൊടുത്തു കൊണ്ടുപോയി വിറ്റുണ്ടെങ്കിൽ ദാനം കൊടുക്കുന്നവൻ നിർധനനും ആവും, ദാനം മേടിക്കുന്നവൻ ധനികനുമായി തീരും. അത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇവരെ ഇങ്ങനെ ദാനം കൊടുത്തിട്ട് എന്തായെന്ന് പറഞ്ഞാൽ ഇവരെ നിർധനരായി. പക്ഷേ ദാനം കിട്ടിയ ബ്രാഹ്മണരൊക്കെ, ഭൃഗുവംശരൊക്കെ വലിയ ധനികന്മാരായി. അപ്പം എന്താ ചെയ്യുക? തീരെ നിവൃത്തിയില്ലാതെ കണ്ടുവന്നപ്പോൾ ഈ ബ്രാഹ്മണരെ, അവരെ തന്നെ, ഈ ഹൈഹയ രാജാക്കന്മാരെ ഈ ബ്രാഹ്മണരെ തന്നെ സമീപിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് വളരെ വിനയത്തോടുകൂടി ധനത്തിന് വേണ്ടി യാചിച്ചു. എങ്കിലും ലോഭികളായിട്ടുള്ള ഈ ബ്രാഹ്മണരെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൊടുത്തില്ല എന്നാണ് പറയണത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും നവമസ്കന്ധത്തില് 15-16 അധ്യായങ്ങൾ വരുന്ന സമയത്ത്, പരശുരാമ അവതാരം പറയുന്ന സമയത്ത്, പരശുരാമചരിതം പറയുന്ന സമയത്ത് ഈ കാർത്തവീര്യാർജുനന്റെ കഥ അവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ദേവി ഭാഗവതത്തിൽ വരുന്ന കഥയെയാണ് നാം ഇപ്പോൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മറക്കരുത്. കാരണം ഈ കേട്ടിട്ടുള്ള കഥ വ്യത്യാസമായിട്ട് തോന്നാം. അത് കാരണം സൂചിപ്പിച്ചതാണ്. ധനാഢ്യരായിട്ടുള്ള ബ്രാഹ്മണര് രാജാക്കന്മാർ വന്ന് ചോദിച്ചപ്പോഴും അവർക്ക് ധനമൊന്നും കൊടുത്തില്ല. ഈ ക്ഷത്രിയന്മാരെ ഭയപ്പെടണം. കാരണം ആദ്യം ഇപ്പോൾ ചോദിക്കും, നാളെ ചിലപ്പോൾ അവരുടെ ശക്തി കൂടുമല്ലോ, ആ ശക്തി പ്രയോഗിക്കാനായിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് ഈ ബ്രാഹ്മണരെന്ത് ചെയ്തു? തങ്ങളുടെ ധനമൊക്കെ ഭൂമിയിൽ കുഴിച്ചിട്ടു എന്നാണ് പറയണത്. മറ്റു ചിലര് ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട മറ്റു പലർക്കും സൂക്ഷിക്കാനായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്.